അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് അൽ ഇസ്രായിലെ രണ്ടാമത്തെ ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വആതൈനാ മൂസൽ കിതാബ വജഅൽനാഹു ഹുദൽ ലിബനി ഇസ്രായീൽ അല്ലാ തത്തഖിദു മിൻ ദൂനി വക്കീല. ഇതിനു മുമ്പ് നാം മൂസാക്ക് വേദം നൽകിയിട്ടുണ്ടായിരുന്നു. അതിനെ ഇസ്രായേൽ വംശത്തിന് മാർഗദർശനമാക്കുകയും ചെയ്തിരുന്നു. എന്നെ കൂടാതെ ആരെയും നിങ്ങളുടെ വക്കീലാക്കരുത് എന്ന് അവരെ പ്രത്യേകം താക്കീത് ചെയ്തിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ വാ എന്നുകൊണ്ടാണ് ഈ സൂക്തം ആരംഭിക്കുന്നത്. നേരത്തെ ഒന്നാം ആയത്തിൽ പറഞ്ഞ ഇസ്രായേലിലേക്ക് ചേർത്തുകൊണ്ടാണ് മൂസ അലൈഹി സ്വലാമക്ക് വേദഗ്രന്ഥമായ തൗറാത്ത് നൽകിയ കാര്യം അള്ളാഹു പറയുന്നത്. ആമുഖത്തിൽ പറഞ്ഞതുപോലെ നിഷേധികളായ മക്കയിലെ ജനങ്ങൾക്കുള്ള താക്കീതാണ് ഈ സൂറത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉള്ളടക്കം. ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞത് പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ അതിമഹത്തരങ്ങളായ ദൃഷ്ടാന്തങ്ങൾ ഇസ്രാ മിഅ്റാജ് യാത്രയിലൂടെ നേരിൽ കണ്ടുവന്ന വ്യക്തിയാണ് നിങ്ങളോട് ഈ അവസാന താക്കീത് നൽകുന്നത്. അതനുസരിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്. രണ്ടാമതായി, അള്ളാഹുവിൻ്റെ സന്മാർഗ ഗ്രന്ഥം ലഭിച്ച ശേഷം പിന്തിരിഞ്ഞു കളഞ്ഞ ബനു ഇസ്രായേലിൻ്റെ ചരിത്രം ചേർത്ത് പറയുന്നത് അവർക്ക് ലഭിച്ച ശിക്ഷ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങൾക്ക് മറ്റൊരു താക്കീത് നൽകുക എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്ന ഖുർആനിൻ്റെ സന്ദേശങ്ങളും മൂസ അലൈഹിസ്സലാം വഴി ബനു ഇസ്രായേലിന് ലഭിച്ചിട്ടുള്ള തൗറാത്തും മനുഷ്യർക്ക് നേരായ വഴി കാട്ടുന്ന സന്മാർഗ വേദഗ്രന്ഥങ്ങളാണ്. അവ രണ്ടിലുമുള്ള നന്മ തിന്മകൾ അറിഞ്ഞ് ജീവിച്ചാലേ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. അതൊക്കെ അവഗണിച്ചതുകൊണ്ടാണ് അവർക്ക് ശാശ്വതമായ ശാപം അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നുകൂടി ഈ സൂറത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അവരോട് കൽപ്പിച്ച മറ്റൊരു സംഗതി, താക്കീത്, അള്ളാഹുവിനെ കൂടാതെ മറ്റാരെയും നിങ്ങളുടെ വക്കീലാക്കരുത് എന്ന കാര്യമായിരുന്നു. വക്കീൽ എന്നത് ഒട്ടേറെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ്. ആശ്രയിക്കപ്പെടുന്ന, ഭരമേൽപ്പിക്കപ്പെടുന്ന, അച്ചുതണ്ട്, കൈകാര്യകർത്തൃത്വം ഏൽപ്പിക്കപ്പെടുന്നവൻ, മാർഗദർശനത്തിനും സഹായത്തിനും അവലംബിക്കപ്പെടുന്നവൻ എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. ആ സ്ഥാനത്ത് അള്ളാഹുവിന് പകരം മറ്റാരെ സ്വീകരിച്ചാലും പരാജയമായിരിക്കും ഫലം എന്നുകൂടി ഈ സൂക്തം ഉണർത്തുന്നുണ്ട്. മക്കയിലെ പ്രഥമ അഭിസംബോധിതരും പിന്നെ വരുന്ന സർവ്വ മനുഷ്യരും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അള്ളാഹുവിൻ്റെ കഴിവെന്താണ്, അവനെയാണ് എല്ലാ കാര്യത്തിനും നിങ്ങൾ വക്കീലാക്കേണ്ടത് എന്ന് എല്ലാവരെയും ഈ സൂക്തം പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ദുർരിയ്യത മൻ ഹമൽനാ മഅ നൂഹിൻ ഇന്നഹു കാന അബ്ദൻ ശക്കൂറ എന്നാണ്. നാം നോഹിൻ്റെ കൂടെ കപ്പലിൽ കയറ്റിയവരുടെ സന്തതികളാണല്ലോ നിങ്ങൾ. തീർച്ചയായും നോഹ് ഏറെ നന്ദിയുള്ള ദാസനായിരുന്നു എന്നാണ്. നൂഹ് നബി അലൈഹി സ്വലാമയുടെ കാലത്തുണ്ടായ മഹാപ്രളയത്തിൽ അഥവാ തൂഫാൻ, അതിൻ്റെ കപ്പലിൽ നിന്ന് അഥവാ സഫീനത്തു നൂഹിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുള്ള സർവ്വ മനുഷ്യരോടുമാണ് ഈ അഭിസംബോധന. ഇന്ന് ലോകത്തുള്ള മനുഷ്യരെല്ലാം നൂഹ് നബി അലൈഹി സ്വലാമയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണെന്ന് മുഫസ്സിറുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ നൂഹിനെയും കുടുംബത്തെയും നാം മഹാദുരിതത്തിൽ നിന്ന് രക്ഷിച്ചു, അദ്ദേഹത്തിൻ്റെ സന്തതികളെ മാത്രം ബാക്കി വെച്ചു എന്ന സൂറത്ത് അസ്വാഫാത്തിലെ 76-77 ആയത്തുകളുടെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നൂഹിൻ്റെ ആ സന്താനങ്ങൾ ഹാം, സാം, യാഫിത്ത് എന്നിവരാണ് എന്നാണ്. തഫ്സീർ ജലാലൈനിയും മറ്റും പറയുന്നത് നൂഹ് നബി അലൈഹി സ്വലാമയുടെ നിഷേധിയായ ഭാര്യയും മുങ്ങി മരിച്ചു എന്ന് ഖുർആൻ തന്നെ പറഞ്ഞ മകൻ അഥവാ കൻആൻ കപ്പലിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും നൂഹ് നബി അലൈഹി സ്വലാമയുടെ സന്താന പരമ്പരകളാണ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നത് എന്ന് എല്ലാവരും യോജിച്ച് പറയുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും നോഹ് നന്ദിയുള്ള ദാസനായിരുന്നു എന്നതിൻ്റെ താല്പര്യം മക്ക മുശ്രിക്കുകളെ നിങ്ങളും അങ്ങനെ ആവണമെന്നുകൂടി ഉണർത്തലാണ്. ചില മുഫസ്സിറുകൾ പറയുന്നത് നൂഹ് നബി അലൈഹി സ്വലാം ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലും വസ്ത്രം ധരിച്ചാലും അങ്ങാടിയിൽ പ്രവേശിച്ചാലുമൊക്കെ
അൽഹംദുലില്ല എന്ന് പറയുമായിരുന്നു. എപ്പോഴും നാഥനെ ശുക്ർ ചെയ്യുന്ന ശീലമുള്ള ഒരടിമയായിരുന്നു ആ പ്രവാചകൻ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മഹാ അനുഗ്രഹങ്ങൾക്ക് അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സന്മാർഗവും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വലിയ ഒരു സൗഭാഗ്യമാണ്. അതിന് മക്കയിലെ മുശ്രിക്കുകളെ, മനുഷ്യരെ, നിങ്ങൾ നന്ദി പറയുന്നവരായിരിക്കണം. ആരെപ്പോലെ? നൂഹ് നബി അലൈഹിസ്സലാമയെ പോലെ എന്നതാണ്. തൊട്ട് മുമ്പുള്ള 2-ാം ആയത്തിലെ അല്ലാ തത്തഹിദു അതിലേക്ക് ചേർത്തുകൊണ്ട് കഴിഞ്ഞ പ്രവാചകന്മാരാരും അള്ളാഹുവിനെ കൂടാതെ മറ്റാരെയും വക്കീൽ ആക്കിയിരുന്നില്ല, എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നവനാക്കിയില്ല. ആ നയം തന്നെയാണ് നിങ്ങളും സ്വീകരിക്കേണ്ടത് എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും നൂഹിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണെന്ന് ഓർമ്മ വേണം. അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണെന്ന് ഓർമ്മ വേണം. അതിന് നേതൃത്വം കൊടുത്ത നൂഹ് നബി എത്ര വിനീതനായിരുന്നു എന്നത് ഓർക്കണം. ദിക്റും ശുക്റുമുള്ള ഒരു പ്രവാചകനായിരുന്നു. അതാണ് മക്കയിലെ മുശ്രിക്കുകളെ നിങ്ങൾ സ്വീകരിക്കേണ്ടത്. നിങ്ങൾക്ക് ലഭിച്ച മുഹമ്മദ് നബിയും വിശുദ്ധ ഖുർആനും മഹാനുഗ്രഹമാണ്. അത് പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടിയാണ്. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വലിയ അവസരമാണ്. ഇതൊക്കെ അംഗീകരിക്കുകയും നന്ദിയോടുകൂടി ജീവിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്ന് ഈ സൂക്തം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 4-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖളൈന ഇലാ ബനി ഇസ്രാഈല ഫിൽ കിതാബി ലതുഫ്സിദുന്ന ഫിൽ അർളി മറതൈൻ വലതഅലുന്ന ഉലുവൻ കബീറ. നാം വേദത്തിലൂടെ ഇസ്രായേൽ വംശത്തെ ഉണർത്തിയിട്ടുണ്ടായിരുന്നു. എന്തെന്നാൽ നിങ്ങൾ 2 വട്ടം ഭൂമിയിൽ ഭയങ്കരമായ നാശമുണ്ടാക്കുകയും മഹാധിക്കാരം കാണിക്കുകയും ചെയ്യും എന്ന കാര്യം. ഇവിടെയും വാ എന്ന് ചേർത്ത് കൊണ്ട് തന്നെയാണ് ഈ ആയത്ത് ആരംഭിക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ള ആയത്തുകളിലേക്ക് തന്നെയാണ് ഇതിൻ്റെ ബന്ധവും. ബനു ഇസ്രായേൽ സംഭവ പാഠങ്ങൾ ഇവിടെ പറഞ്ഞു തുടങ്ങുകയാണ്. ഈ സൂറത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം കൂടിയാണ് ബനു ഇസ്രായേൽ സമുദായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഖലൈന എന്ന വാക്കിന് വിധിച്ചു എന്നാണ് നേരിട്ട് അർത്ഥമെങ്കിലും ഇവിടെ ഉദ്ദേശം അവരെ അറിയിച്ചു, ഉണർത്തി എന്നൊക്കെയാണെന്ന് ഒട്ടുമിക്ക മുഫസ്സിറുകളും പറയുന്നുണ്ട്. ഇലാ ബനി ഇസ്രായേല എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു തെളിവായിട്ട് അവർ ഉദ്ധരിക്കുന്നു. ഫിൽ കിതാബ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രന്ഥത്തിൽ ഉണർത്തി അറിയിച്ചു എന്ന് ചേർത്ത് പറയുന്നുണ്ട്. ഈ ഗ്രന്ഥം കൊണ്ട് ഉദ്ദേശം തൗറാത്തല്ല, എല്ലാ ദൈവിക ഗ്രന്ഥങ്ങളുടെയും സമാഹാരമായിട്ടുള്ള അള്ളാഹുവിൻ്റെ പക്കലുള്ള അൽ കിതാബാണെന്ന് മുഫസ്സിറുകൾ പറയുന്നു. ഖുർആനിൽ പലയിടത്തും ഇത് അൽ കിതാബ് എന്ന സാങ്കേതിക നാമത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ലൗഹുൽ മഹ്ഫൂദ് ആണ് ഉദ്ദേശമെന്ന് ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹിയും പറയുന്നുണ്ട്. എന്തെന്നാൽ നിങ്ങൾ 2 വട്ടം ഭൂമിയിൽ ഭയങ്കരമായ കുഴപ്പമുണ്ടാക്കുകയും മഹാധിക്കാരം കാണിക്കുകയും ചെയ്യും എന്ന പരാമർശത്തിൽ വിവിധ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ബനി ഇസ്രായേൽ സമുദായം ചരിത്രത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ആദർശപരമായും ധാർമ്മികമായും അങ്ങേയറ്റം അധപതിച്ച കാലത്തിൽ അവർ കഴിഞ്ഞുപോയിട്ടുണ്ട്. അത്തരം സംഭവങ്ങളിലേക്കാണ് ഇതിൻ്റെ സൂചന എന്ന് പ്രഥമമായ അഭിപ്രായത്തിൽ മുഫസ്സിറുകൾ പറയുന്നു. അഥവാ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് മൂസ, ഈസ പ്രവാചകന്മാരുടെ കാലത്ത് നടന്ന സംഭവത്തിലേക്കാണ് സൂചന എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. അള്ളാഹുവിൻ്റെ അൽ കിതാബിൽ ഉണർത്തിയിരുന്ന ഒരു കാര്യത്തെ പിന്നീട് നടക്കാനിരിക്കുന്ന സംഭവമായി പറയുന്ന ഒരു പ്രത്യേക ശൈലിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അഥവാ ഇനി നടക്കാനിരിക്കുന്ന കാര്യമല്ല എന്ന് തന്നെയാണ് ഭൂരിപക്ഷ അഭിപ്രായം. തുടർന്ന് വരുന്ന 5-7 സൂക്തങ്ങളിൽ 1-ാം വാഗ്ദാനം വഅദിൻ്റെ, അതുപോലെ 2-ാം വാഗ്ദാനത്തിൻ്റെയും ഘട്ടത്തിൽ അതെങ്ങനെയാണ് നടപ്പാക്കിയത് എന്നുകൂടി പറയുന്നത് കൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് നടന്നിട്ടുള്ള സംഭവമാണ് എന്നതിനാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായം പറയുന്നത്. ഇനി എന്താണ് 1-ാം ഘട്ടത്തിൽ ഇസ്രായേൽ സമുദായത്തിൽ നടന്ന ഭയങ്കരമായ കുഴപ്പമെന്നും മഹാധിക്കാരമെന്നും നമുക്ക് പരിശോധിക്കാം. ഖുർആൻ പറഞ്ഞ ഈ 2 ഘട്ട കുഴപ്പങ്ങളും അതിൻ്റെ ദുരന്തഫലങ്ങളും സങ്കീർത്തനങ്ങൾ, യെശയ്യാവ്, യിരെമ്യാവ് എന്നിവയിൽ വന്നിട്ടുണ്ട്. ഈസ അലൈഹിസ്സലാം നൽകിയ താക്കീതുകൾ മത്തായി, ലൂക്കോസ് എന്നീ സുവിശേഷങ്ങളിലും വന്നിട്ടുണ്ട്. ആദ്യത്തെ വിനാശത്തെക്കുറിച്ച് ഹസ്രത്ത് ദാവൂദ് അലൈഹിസ്സലാം ചെയ്ത താക്കീതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്: അവർ ജാതികളോട് കലർന്ന് തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്തു,
അവരുടെ വിഗ്രഹങ്ങളെ സേവിച്ചു, പുത്രീപുത്രന്മാരെ ഭൂതങ്ങൾക്ക് ബലി നൽകി, കുറ്റകരമായ രൂപത്തിൽ രക്തം ചൊരിഞ്ഞു, യഹോവയുടെ അവകാശത്തെ വെറുത്തു. അതിനാൽ യഹോവയുടെ കോപം അവർക്ക് നേരെ ജ്വലിച്ചു എന്ന് സങ്കീർത്തനം 106 പറയുന്നുണ്ട്. അവരിൽ നീതി നഷ്ടപ്പെട്ടു, കൊലപാതകം വർദ്ധിച്ചു, കൈക്കൂലി അധികരിച്ചു, അനാഥർ വിധവകൾ അവഗണിക്കപ്പെട്ടു എന്ന് യെശയ്യാവ് 1 പറയുന്നുണ്ട്. യെശയ്യാ നബി അഥവാ യെശയ്യാവ് തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ അറിയിക്കുന്നുണ്ട്: അയ്യോ പാപമുള്ള ജാതി, അകൃതഭാരം ചുമക്കുന്ന ജനം, ദുഷ്ടപ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. യെശയ്യാവ് 1 പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിൽ ബനു ഇസ്രായേൽ ജനത കുഴപ്പമുണ്ടാക്കുന്നവരും ധിക്കാരികളുമായി മാറിയപ്പോഴാണ് അടുത്ത ആയത്തിൽ പറയുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നത്. 5-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് അതാണ്: ഫഇദാ ജാഅ വഅദു ഊലാഹുമാ ബഅസ്നാ അലൈക്കും ഇബാദൻ ലനാ ഉലി ബഅസിൻ ശദീദ് ഫജാസു ഖിലാലദ് ദിയാർ വകാന വഅദൻ മഫ്ഊല. അങ്ങനെ അതിൽ ആദ്യ ധിക്കാരത്തിൻ്റെ അവസരമായപ്പോൾ നിങ്ങൾക്കെതിരിൽ നമ്മുടെ അതിശക്തന്മാരായ അടിമകളെ നാം നിയോഗിച്ചു. അവർ നിങ്ങളുടെ ദേശത്ത് നുഴഞ്ഞുകയറി നാനാ ദിക്കുകളിലും വ്യാപിച്ചു. അനിവാര്യമായി പുലരേണ്ട വാഗ്ദാനമായിരുന്നു അത് എന്നാണ് അള്ളാഹു പറയുന്നത്. അസീറിയക്കാരിൽ നിന്ന്, ബാബിലോണിയക്കാരിൽ നിന്നുമൊക്കെ ഇസ്രായേലിയർക്ക് നേരിടേണ്ടി വന്ന ഭയങ്കരമായ ആക്രമണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വിവിധ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. നാം നിങ്ങൾക്കെതിരിൽ നമ്മുടെ അതിശക്തരായ അടിമകളെ നിയോഗിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ സൃഷ്ടികളിൽപ്പെട്ട എണ്ണത്തിലും വണ്ണത്തിലും അധികാരത്തിലും അതിശക്തരായ ഒരു സൈന്യത്തെ കൊണ്ട് നിങ്ങളെ കീഴ്പ്പെടുത്തി എന്നാണ്. അവരുടെ അധികാരത്തിൻ്റെ കീഴിൽ നിങ്ങളെ കൊണ്ടുവന്ന് കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കി എന്നാണെന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ അവർ നിങ്ങളുടെ ദേശത്തിൻ്റെ സകല ഭാഗത്തും നുഴഞ്ഞുകയറി സ്വതന്ത്രരായി വിഹരിച്ചു എന്ന് തഫ്സീർ ഇബ്നു കസീർ പറയുന്നുണ്ട്. സർവ്വപ്രതാപങ്ങളോടും കൂടിയ അസീറിയ രാജാവിനെ യഹോവ അവരുടെ നേരെ കൊണ്ടുവന്നു എന്ന് യെശയ്യാവ് 8 പറയുന്നുണ്ട്. ഈ ജനത്തിൻ്റെ ശവങ്ങൾ ആകാശത്തിലെ പറവകൾക്കും ഭൂമിയിലെ ജന്തുക്കൾക്കും ഇരയായിത്തീരും എന്ന് യിരെമ്യാവ് 7 പറയുന്നു. പ്രഥമ അഭിസംബോധിതരായ മക്കാമുശ്രിക്കുകൾക്കും സർവ്വസത്യവിശ്വാസികൾക്കും അല്ലാത്തവർക്കും ഗ്രന്ഥം കൈവശമുണ്ടായിരുന്ന, അള്ളാഹു തെരഞ്ഞെടുത്ത പ്രവാചകന്മാരുടെ നിരന്തര നേതൃത്വമുണ്ടായിരുന്ന ഇസ്രായേൽ ജനത അധപതിച്ചതിൻ്റെയും നിന്ദ്യരായി മാറിയതിൻ്റെയും ചരിത്രത്തിൽ ഗൗരവതരമായ പാഠങ്ങളുണ്ട്. ഒരു ജനത ആദർശപരമായി ധാർമ്മികമായി തകരുമ്പോൾ, വഴിതെറ്റുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് ഇത് നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ശത്രുക്കളെ കൊണ്ടുവന്ന് നിങ്ങളെ അശേഷം തകർത്ത് കളയുമെന്ന് പറയുന്നത് വലിയ ഒരു പാഠമായി ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം. തൗറാത്ത് മുഖേന മൂസ അലൈഹിസ്സലാം ഇസ്രായേലിയരോട് ആ നാട്ടിലെ ജനതയുടെ വിശ്വാസപരവും ധാർമ്മികവുമായ തിന്മകളിൽ അകപ്പെട്ടു പോകരുതെന്നും അത്തരം തിന്മകൾക്കെതിരെ പോരാടണമെന്ന് ഉണർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഫലസ്തീനിൽ പ്രവേശിച്ച് ആ നാട്ടുകാരോട് ഇഴകിച്ചേർന്നപ്പോൾ ഇസ്ലാമിൻ്റെ വിശ്വാസി സംഘം അതെല്ലാം മറന്നുപോയി. അങ്ങനെ ആദ്യം ശിർക്കും പിന്നീട് സകല അധാർമികതകളും അവരെ ഒന്നൊന്നായി പിടികൂടി. ആ നാട്ടിലുണ്ടായിരുന്ന വംശീയതയുടെ അംശങ്ങൾ അവരിലേക്ക് കയറിക്കൂടി. ഇതിൻ്റെയൊക്കെ ഫലമായി അവർ ഫലസ്തീനിൻ്റെ വലിയ ഒരു ഭാഗത്ത് നിന്ന് പുറത്തായി. ഇതിനു പുറമെ ദൈവത്തിൻ്റെ വാഗ്ദത്ത പേടകം, സമാധാന പേടകം പോലും അവർക്ക് കൈയൊഴിക്കേണ്ടി വന്നു. ഇതിലൊക്കെ വിശ്വാസികൾക്ക് വലിയ പാഠങ്ങളുണ്ട് എന്ന് തഫീമുൽ ഖുർആനിൽ സയ്യിദ് അബുൽ അഅ്ല മൗദൂദി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. 6-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്: സുമ്മ റദദ്നാ ലക്കുമുൽ കറത അലൈഹിം വ അംദദ്നാകും ബി അംവാലിൻ വ ബനീന വ ജഅൽനാകും അക്സറ നഫീറ. അനന്തരം നാം അവരെ ജയിക്കാൻ നിങ്ങൾക്ക് അവസരം നൽകി, സന്തതികളാലും സമ്പത്തിനാലും നിങ്ങളെ സഹായിച്ചു, നിങ്ങളുടെ ജനസംഖ്യ മുമ്പത്തേതിലും വർദ്ധിപ്പിച്ചു തരികയും ചെയ്തു. അനന്തരം നിങ്ങൾക്കവരെ ജയിക്കാൻ അവസരം നൽകി എന്നതിൻ്റെ സൂചന
താലൂത്ത് രാജാവിൻ്റെ വിജയത്തിലേക്കാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നുണ്ട്. അൽ ബഗവി റഹ്മത്തുള്ളാഹി തൻ്റെ തഫ്സീറിൽ പറയുന്നത്, ഒന്നാം ഘട്ട കുഴപ്പകാലത്ത് അള്ളാഹു ബനി ഇസ്രായേലിയർക്ക് ശിക്ഷയായി നിയോഗിച്ചത് ജാലൂത്ത് രാജാവിനെയാണെന്നും പിന്നീട് 6-ാം ആയത്തിൽ പറയുന്ന നല്ല കാലം അവർക്ക് വന്നു എന്ന് പറയുന്നത് താലൂത്ത് രാജാവ് ജാലൂത്തിനെ പരാജയപ്പെടുത്തിയതോടെയാണ് എന്നും വിശദീകരിക്കുന്നുണ്ട്. ഇബ്നു കസീറും അതുപോലെ മറ്റ് മുഫസ്സിറുകളും അത് ബാബിലോൺ രാജാവ് നബുക്കത്ത് നസ്റാണെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സുവർണകാലത്തുണ്ടായ ഈ ഇസ്രായേൽ രാജ്യത്തെ പിന്നീട് താലൂത്ത്, ഹസ്രത്ത് ദാവൂദ് അലൈഹിസ്സലാം, അതുപോലെ ഹസ്രത്ത് സുലൈമാൻ അലൈഹിസ്സലാം എന്നിവർ ഭരിച്ചു. മൂസ അലൈഹിസ്സലാമുക്ക് ശേഷം ഇസ്രായേലിയർ പൂർത്തിയാക്കാതെ വിട്ട കാര്യങ്ങൾ ഈ പ്രവാചകന്മാരുടെ കാലത്ത് പൂവണിയുകയും ചെയ്തു. അതവർക്ക് ഏറ്റവും വലിയൊരു സുവർണ കാലഘട്ടമായി മാറുകയും ചെയ്തു. 7-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇൻ അഹ്സൻതും അഹ്സൻതും ലി അൻഫുസിക്കും വ ഇൻ അസഅതും ഫലഹ ഫഇദാ ജാഅ വഅദുൽ ആഖിറതി ലിയസൂഉ വുജൂഹക്കും വലിയദ്ഖുലുൽ മസ്ജിദ കമാ ദഖലൂഹു അവ്വല മറ വലിയുതബ്ബിറൂ മാ അലൗ തത്ബീറ. നോക്കുക, നിങ്ങൾ നന്മ ചെയ്തപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള നന്മയായി, തിന്മ ചെയ്തപ്പോഴോ അത് നിങ്ങളോട് തന്നെയുള്ള തിന്മയുമായി. അനന്തരം 2-ാം വാഗ്ദാനത്തിൻ്റെ സമയമായപ്പോൾ നാം നിങ്ങളുടെ മേൽ മറ്റു ശത്രുക്കൾക്ക് ആധിപത്യം നൽകി. അവർ നിങ്ങളുടെ മുഖങ്ങൾ വികൃതമാക്കുന്നതിനും ആദ്യ ശത്രുക്കൾ തള്ളിക്കയറിയ പോലെ ബൈത്തുൽ മഖ്ദിസിൽ തള്ളിക്കയറുന്നതിനും കയ്യിൽ കിട്ടിയതെല്ലാം തകർത്ത് കളയുന്നതിനും വേണ്ടി എന്നാണ് ഈ 7-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിങ്ങൾ നന്മ ചെയ്താൽ അത് ഇഹത്തിൽ തന്നെ നിങ്ങൾക്കുള്ള നന്മകളായി പ്രത്യക്ഷപ്പെടും. ഇബ്നു ജരീർ അത്തബരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അള്ളാഹു ബനി ഇസ്രായേലിയരോട് പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുകയും അവൻ്റെ നന്മ തിന്മകൾ അംഗീകരിക്കുകയും ചെയ്താൽ അതിൻ്റെ ഫലമായി സമ്പത്തും സന്താനങ്ങളും ശക്തിയും അനുഗ്രഹങ്ങളായി അള്ളാഹു നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരും. പരലോകത്തിലാവട്ടെ സ്വർഗവും ലഭിക്കും. നിങ്ങൾ തിന്മ ചെയ്തപ്പോഴോ അത് നിങ്ങളോട് തന്നെയുള്ള തിന്മയായി എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം സംഭവിക്കുമെന്നും ശത്രുക്കളെ നിങ്ങൾക്കെതിരെ അധികാരത്തിൽ കൊണ്ടുവരികയും അവരെ കൊണ്ട് ശിക്ഷിക്കുമെന്നും ആഖിറത്തിലാവട്ടെ നിങ്ങൾക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ടാകും എന്നാണെന്നും വിശദീകരിക്കുന്നുണ്ട്. ദൗത്യ നിർവഹണത്തിൽ പിറകോട്ട് പോയി ആദർശപരമായി ധാർമ്മികമായി അധപതിക്കുന്ന, പരസ്പരം ലക്ഷ്യബോധമില്ലാതെ തമ്മിലടിച്ച് കാലം കഴിക്കുന്ന ഏത് ജനതക്കും സംഭവിക്കുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഇന്നത്തെ ഫാസിസ്റ്റ് കാലഘട്ടത്തിൽ സർവ്വവിശ്വാസികൾക്കും ഇതിലൊക്കെ കനത്ത പാഠങ്ങളുണ്ട് എന്ന് നമ്മൾ കാലികമായി ഉൾക്കൊള്ളേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. 2-ാം വാഗ്ദാനത്തിൻ്റെ സന്ദർഭമായപ്പോൾ നാം നിങ്ങളുടെ മേൽ മറ്റു ശത്രുക്കൾക്ക് ആധിപത്യം നൽകി എന്നതിൻ്റെ സൂചന റോമക്കാരും പേർഷ്യക്കാരുമാണെന്ന് അൽ ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഇസ്രായേലിയർ ഉണ്ടാക്കിയ കുഴപ്പം യഹ്യ അലൈഹിസ്സലാമയെ കൊന്നതും ഈസാ അലൈഹിസ്സലാമയെ കൊല്ലാൻ ഉദ്ദേശിച്ച് പ്രവർത്തിച്ചതുമാണെന്ന് അതേ തഫ്സീറിൽ അദ്ദേഹം വിശദീകരിക്കുന്നു. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ മരണശേഷം ഇസ്രായേലിയർ വീണ്ടും ഭൗതികമായ പൂജയിലേക്കും തമ്മിലടിയിലേക്കും കൂപ്പുകുത്തിയതായി പ്രമുഖ ആധുനിക കാല മുഫസ്സിറായ സയ്യിദ് അബുൽ അഅ്ല മൗദൂദി തൻ്റെ തഫ്ഹീമുൽ ഖുർആനിൽ വിശദീകരിക്കുന്നു. ഈ ഘട്ടത്തിൽ രാഷ്ട്ര നേതാക്കളിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും ശിർക്കും അധാർമികതകളും മലവെള്ളം പോലെ ജനങ്ങളിലേക്കൊഴുകി. ഇലിയാസ് അൽ-യസ പ്രവാചകന്മാർ ഈ പ്രവാഹത്തെ തടുത്തു നിർത്താൻ പരമാവധി പരിശ്രമിച്ചു. എന്നാൽ ജനത ഒട്ടും പിന്തിരിഞ്ഞില്ല. ഈ ജനതയുടെ കൺമുമ്പിൽ വെച്ച് യഹ്യ അലൈഹിസ്സലാമയെപ്പോലെയുള്ള ഒരു പ്രവാചകനെ വധിച്ചു കളഞ്ഞിട്ടും ആ നിഷ്ഠൂരതയ്ക്കെതിരെ ഒരു പ്രതിഷേധം പോലും ഉണ്ടായില്ല. അവസാനം റോമൻ ചക്രവർത്തിമാരുടെ ശക്തമായ സൈനിക നീക്കത്തിലൂടെ യെരൂശലേം അവർ കീഴടക്കി. ക്രിസ്തുവർഷം 70 യഹൂദികളുടെ നേർക്ക് തുറന്ന ആക്രമണങ്ങൾ അരങ്ങേറി. കൂട്ടക്കൊലയിൽ 1,33,000 ആളുകൾ മരണപ്പെട്ടു. 67,000 ആളുകൾ തടവിലാക്കപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾ അടിമകളായി ഈജിപ്തിലേക്ക് അയക്കപ്പെട്ടു. വേറെ ആയിരങ്ങൾ വന്യമൃഗങ്ങളുമായി മൽപ്പിടുത്തം നടത്തുന്ന
കൊളോസിയം പോലെയുള്ള മത്സരക്കളങ്ങളിൽ മരിച്ചു വീണു. ഒട്ടേറെ പേർ ആയുധ അഭ്യാസികൾക്ക് പരീക്ഷണ ഉന്നമായി. സൗന്ദര്യമുള്ള പെൺകുട്ടികളെ പലരും തട്ടിയെടുത്തു. ജെറൂഷലേം പട്ടണവും ഹൈക്കലും തകർത്ത് തരിപ്പണമാക്കി. പിന്നീട് 2000 വർഷം വരെ തല ഉയർത്താൻ സാധിക്കാത്ത വിധം ജൂതരുടെ അടയാളങ്ങൾ തുടച്ചു നീക്കപ്പെട്ടു. ഇതായിരുന്നു രണ്ടാമത്തെ കുഴപ്പത്തെ തുടർന്ന് ഇസ്രായേലിയർക്ക് ലഭിച്ച ശിക്ഷയെന്ന് തഫ്ഹീമുൽ ഖുർആനിൽ അബുൽ അഅ്ല മൗദൂദി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ മുഖം വികൃതമാക്കുന്നതിനും എന്നതിൻ്റെ ഉദ്ദേശം അവർക്കുണ്ടായ കടുത്ത ദുഃഖവും പ്രയാസങ്ങളുമാണെന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ശിക്ഷയുടെ കാഠിന്യം കൊണ്ട് അവർക്കുണ്ടായ നിന്ദ്യതയും ഉദ്ദേശമാണ്. കനത്ത പരാജയം കൊണ്ടുണ്ടായ മ്ലാനതയും നിരാശയും ആ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യമാണെന്നും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ആദ്യ ശത്രുക്കൾ ചെയ്ത പോലെ പരിശുദ്ധമായ ബൈത്തുൽ മഖ്ദിസിൽ തള്ളിക്കയറാനും കയ്യിൽ കിട്ടിയതെല്ലാം തകർത്ത് കളയാനും നാട് കുട്ടിച്ചോറാക്കാനും അവർക്ക് അവസരം നൽകിയത് നിങ്ങൾ കാരണമാണ്, അഥവാ ബനു ഇസ്രായേൽ കാരണമാണെന്ന് ചുരുക്കം. 5-ാം ആയത്തിൽ അവർ നിങ്ങളുടെ ദേശത്ത് നുഴഞ്ഞു കയറി നാനാദിക്കിലും വ്യാപിച്ച് നാശം വിതച്ചതുപോലെ എന്നതാണ് അവല മറത്തിൻ എന്നതിൻ്റെ സൂചന. എന്നാൽ ഇത്തവണ പരിശുദ്ധ ഗേഹത്തിൻ്റെ നശീകരണത്തിലേക്കും മലിനപ്പെടുത്തുന്നതിലേക്കും അത് വ്യാപിച്ചിരിക്കുന്നു. അവർ മസ്ജിദിനകത്ത് ചപ്പുകളും ചവറുകളും മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞ് മലിനപ്പെടുത്തിയിരിക്കുന്നു എന്ന് തഫ്സീറു തബരിയിൽ വിശദീകരിക്കുന്നുണ്ട്. 1-ാം ഘട്ട കുഴപ്പവും അതിൻ്റെ ഫലമായുള്ള ശത്രുവിൻ്റെ അഴിഞ്ഞാട്ടവും കഴിഞ്ഞതാണെങ്കിലും 2-ാം ഘട്ട കുഴപ്പവും തുടർന്നുള്ള ശിക്ഷകളും വരാനിരിക്കുന്ന കാര്യങ്ങളാണെന്ന് മറ്റു ചില പണ്ഡിതന്മാരും മുഫസ്സിറുകളും അഭിപ്രായപ്പെടുന്നുണ്ട്. അഥവാ 2ാമത്തെ ശിക്ഷ അവർക്ക് വന്നിട്ടില്ല. മറ്റൊരു അഭിപ്രായം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീറിൽ ചൂണ്ടിക്കാട്ടിയ പോലെ അതിനൊക്കെ ഒടുവിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത് അവരെ ദൗത്യത്തിൽ നിന്ന് പുറന്തള്ളുകയും അന്ത്യനാൾ വരെ ഭൂമിയിൽ നിന്ദ്യരാക്കാനും മുസ്ലിങ്ങൾക്ക് ജിസിയ നൽകി ജീവിക്കാനും കാരണമാക്കിയത് അവർക്കുള്ള മറ്റൊരു ശിക്ഷയാണെന്ന അഭിപ്രായവും ഈ തഫ്സീറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. 8ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അസാ റബ്ബുക്കും അൻ യർഹമക്കും വൈൻ ഉത്തും ഉദ്ന വജഅൽനാ ജഹന്നമ ലിൽ കാഫിരീന ഹസീറ. നിങ്ങളുടെ റബ്ബ് ഇനിയും നിങ്ങളോട് കരുണ കാണിച്ചേക്കാം. പക്ഷേ നിങ്ങൾ പഴയ നിലപാട് ആവർത്തിക്കുകയാണെങ്കിൽ നാം ശിക്ഷയും ആവർത്തിക്കും. അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന ജനത്തിന് തടവറയായി നാം നരകം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന കാര്യമാണ്. 1-ാം ഘട്ട 2-ാം ഘട്ട വാഗ്ദാനങ്ങൾക്ക് ശേഷവും റബ്ബ് നിങ്ങളോട് കരുണ കാണിച്ച് അനുഗ്രഹങ്ങൾ തിരിച്ചു നൽകിയേക്കാം എന്ന് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുകയാണ്. എന്നാൽ ഒരു ഉപാധി വച്ചിരിക്കുന്നു. നിങ്ങൾ നിങ്ങളെ പഴയ നിലപാട് ആവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ശിക്ഷയും നമ്മൾ ആവർത്തിക്കും. ചരിത്രത്തിൽ പിന്നെ നടന്നത് അവരുടെ അവസാന പ്രവാചകനായിട്ടുള്ള ഈസാ അലൈഹിസ്സലാമയെ വകവരുത്താനുള്ള ശ്രമങ്ങളും പഴയകാല ധിക്കാരങ്ങളും കുത്തഴിഞ്ഞ അധാർമിക ജീവിതവും റബ്ബിനോടുള്ള നന്ദികേടുമാണ് ബനു ഇസ്രായേൽ സമുദായം കാണിച്ചത്. ആ ഘട്ടത്തിലാണ് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ച് അവരുടെ പ്രവാചക പട്ടം അവസാനിപ്പിച്ചതെന്ന് ഖതാദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു കസീർ തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രവാചകനെന്ന അനുഗ്രഹത്തെ അവർ നിഷേധിച്ചതിനാൽ നരകം അവർക്ക് തടവറയാക്കി വെച്ചിട്ടുണ്ട് എന്നും ആയത്തിൻ്റെ അവസാനത്തിൽ ഖുർആൻ പറയുന്നു. ഈ പ്രഭാഷണങ്ങളിലെ പ്രഥമ അഭിസംബോധിതരായ മക്കയിലെ നിഷേധികൾക്കിതിൽ വലിയ പാഠമുണ്ട്. ഇസ്രായേലിയരുടെ ചരിത്രത്തിൽ മനുഷ്യർക്കാകെയും വലിയ പാഠങ്ങളുണ്ട്. ഒരു ജനതയെ അള്ളാഹു ഒരു ദൗത്യത്തിന് നിശ്ചയിക്കുമ്പോൾ സ്വാഭാവികമായി അതിൽ നിന്നകന്ന് അവർ അധർമ്മകാരികളും അക്രമകാരികളും ധിക്കാരികളും ഒക്കെയായി മാറുമ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കും, അവരെ മാറ്റും, ദൗത്യത്തിൽ നിന്ന് അവരെ എടുത്തെറിയും എന്ന് പറയുന്ന വലിയ പാഠങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്രിബിലേക്ക് വരുമ്പോൾ അവിടെ താമസിച്ചിരുന്ന ഇസ്രായേലിയർക്ക് ഈ സൂക്തങ്ങളിൽ ഈ സൂറത്തിലൊക്കെ വലിയ പാഠങ്ങളുണ്ട്. എല്ലാ ജനതക്കും ഈ വിഷയത്തിൽ സമകാലിക സാമൂഹിക പശ്ചാത്തലത്തിൽ എല്ലാവർക്കും വലിയ പാഠങ്ങളുള്ള ഒരു ഭാഗമാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ആത്മാവ് ഉൾക്കൊള്ളാനും ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളെ അറിഞ്ഞുകൊണ്ട് അതിനെ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെ ഉമ്മത്തിൻ്റെ ദിശ മാറ്റാനും ചരിത്രത്തിൻ്റെ ഗതി മാറ്റാൻ എന്തൊക്കെ ആവശ്യമാണോ അത്തരം അജണ്ടകൾ രൂപപ്പെടുത്താനും സമുദായങ്ങൾക്ക് ചവിട്ടിത്തേക്കാൻ ഈ ഉമ്മത്തിനെ വിട്ടുകൊടുക്കാതിരിക്കാനുമുള്ള
എല്ലാവിധ പ്ലാനിങ്ങുകളും പദ്ധതികളും ആസൂത്രണങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.